സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. ശനിയാഴ്ച കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് യോഗം ചേരുക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതാക്കൾ രണ്ട് തട്ടിലായത് അടക്കമുള്ള കാര്യങ്ങൾ, തോൽവി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയം ചെയ്തു. ടോബി, കേരള കോൺഗ്രസ് എം ഏറ്റവും ദയനീയമായ പെർഫോമൻസ് പ്രകടനം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത്. ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ UDF-ലേക്ക് പോകണമെന്ന ആവശ്യമൊക്കെ ഒരു വിഭാഗം നേതാക്കളിൽ നിന്നുണ്ടായി. ഈ ആവശ്യം പൂർണ്ണമായി നേതൃത്വം നിരാകരിച്ചു. ഈ വിഷയത്തിൽ കൂടി ഒരു ചർച്ചയുണ്ടാകും. ടോബി, അതിനിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? നേതൃത്വത്തിലുള്ള വിമർശനം അത് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നണി മാറണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചതാണ്. അണികൾക്കിടയിലും മുന്നണി മാറണമെന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോകാതെ LDF-നൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോൽവിക്കുള്ള കാരണം അതാണെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ പല നേതാക്കളും ഇതിൽ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ പ്രമോദ് നാരായണനും സ്വീകരിച്ച നിലപാടുകൾ അതാണ് ഇത്തരത്തിലുള്ള തോൽവിക്ക് കാരണമായതെന്നുള്ള ചർച്ചകൾ പോലും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും വലിയൊരു തോൽവിയിലേക്ക് 12 സീറ്റുകളും തോൽക്കുന്ന ഒരു നിലയിലേക്ക് കേരള കോൺഗ്രസ് എത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു യോഗത്തിലേക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് കടക്കുന്നത്. മുൻപ് കണ്ടതുപോലെയുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരിക്കില്ല. അതിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ജോസ് കെ മാണിയുടെ വൺ വേ കമാൻഡ് മാത്രമായിരിക്കില്ല സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. അതിശക്തമായ വിമർശനം ഉണ്ടാകും. കാരണം 0 സ്ട്രൈക്ക് റേറ്റ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.